എങ്ങനെയാണ് പെട്ടെന്ന് ഉടമ്പടി ക്രാക്കാകണം നിങ്ങളോട് പറയണേ. ഞാൻ ക്രിസ്തു രഹസ്യത്തെ താത്വികമായിട്ടും സൈദ്ധാന്തികമായിട്ടും സൂക്ഷ്മതയോടെ പരിശോധിച്ചിട്ട് നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യണം. എന്താണ് ഇതിൻ്റെ അകത്ത്? സ്വയം കണ്ടൻറ്റുകൾ ഉണ്ടാവും എപ്പോഴും. സ്വയം എന്ന് തന്നെ ഈ സ്വയം എന്ന് പറയുമ്പോൾ എല്ലാ ഇൻറ്റൻഷനിലുള്ള സ്വയം നീ നോക്കിയെടുക്കണം. അതിനകത്ത് ക്രിസ്തുവിനെ കക്ഷിയാക്കണമെങ്കിൽ എന്താ മാർഗം? ഇത് എയർലിഫ്റ്റ് ചെയ്യണ്ടേ നിൻ്റെ നിയോഗങ്ങൾ? അതിന് ക്രിസ്തു കക്ഷിയാകണ്ടേ? അതിനകത്ത് സ്വയം ഉണ്ടാകുന്ന നോക്കിയെടുക്കണം. ഇപ്പോൾ ഉദാഹരണം, നിനക്ക് കുട്ടിയെ വേണം, നിനക്ക് കുട്ടിയില്ല. കാര്യം 23 വർഷമാണ് ഇട്ട് മക്കളില്ലാത്തവരെ ഈ ആൾക്കാരെ ഒറ്റ ഉടമ്പടി കൊണ്ട് 90 ദിവസത്തിനുള്ള ഒരു പ്രഗ്നൻ്റായിട്ടുണ്ട്. അങ്ങനെ പല കേസുകളുണ്ട്. ഇത് തന്നെയാണ് എല്ലാ കേസിൻ്റെ അവസ്ഥ. ലോകം കൈവിട്ട് ലോകത്ത് ജീവിച്ചിട്ട് വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനാ രീതികൾ നീ അവലംബിച്ചിട്ട് അവിടെ ആൻസർ കിട്ടാത്ത കാര്യം ഉടമ്പടി ആൻസറുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് നോക്കിയാൽ മതി. ഓരോ ഉടമ്പടി സാക്ഷ്യത്തിൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇതൊരു ലാസ്റ്റ് ഓപ്ഷൻ, ലാസ്റ്റ് അബോർഡാണ്. അവസാന കൂടാരത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷേ ഈ കൂടാരത്തേക്ക് വരുമ്പോൾ നീ ഇതിനെ ഈസിയായിട്ട് കണ്ടാൽ നീ ഒരു പൊട്ടൻ ക്രിസ്ത്യാനിയായിട്ട് മാറുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് കഥ അറിയാൻ പറ്റാതെ എന്നെ ആരാണ്ടൊക്കെ പറഞ്ഞ പോലെ എന്തൊക്കെ കാണിച്ചു വെച്ചിട്ട് പോകും. ഇത് വർക്കൗട്ട് ചെയ്ത് കറക്കിയത്തില്ല. ഇതിൻ്റെ രഹസ്യം മനസ്സിലാക്കിയിട്ട് നീ എന്താ ചെയ്യേണ്ടത്? ഈ സ്വയം എന്നുള്ള ക്രിസ്തുവിനെ നീ സ്വീകരിക്കുകയാണ്. നീ ഉടമ്പടിയിൽ എനിക്ക് IELTS പാസ്സാകണം, അല്ലെങ്കിൽ എൻ്റെ ക്യാൻസർ 4ാം സ്റ്റേജ്, എൻ്റെ രോഗം സുഖപ്പെടണം, അങ്ങനെ ക്യാൻസർ 4ാം സ്റ്റേജൊക്കെ ഒത്തിരി സൗഖ്യങ്ങൾ ഉടമ്പടിയിലൊക്കെ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. ഉടമ്പടിയിലൂടെ ലഭിച്ചത് 75 കൊല്ലമായിട്ട് ഭാഗോടമ്പടി നടക്കാത്തതൊക്കെ ഒറ്റ ആഴ്ചക്കൂടെ ഭാഗോടമ്പടി നടക്കും. ഇതൊക്കെ സിമ്പിളാണ് കാര്യം. പക്ഷേ നീ ഇതിനാണ് പ്രാധാന്യം കൊടുക്കണമെങ്കിൽ അതിൻ്റെ അകത്തൊരു സ്വയമുണ്ട്. ഈ സ്വയം അതിൻ്റെ അകത്ത് എപ്പോഴാണ് നീ സ്വയം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഉടമ്പടി ലാഗ് ചെയ്യും. സ്വയം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം നിനക്ക് കാനഡയിൽ പോകണം. ഞാൻ രാവിലെ പറഞ്ഞില്ലേ, എന്തിനാണ് കാനഡയിൽ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് ജോലി കിട്ടി, അവിടെ കല്യാണം കഴിച്ചിട്ട് അവിടെ തൻ്റെ കുഞ്ഞിന് അവിടെ ജന്മം കൊടുക്കണം. എന്തിനാണ് ജന്മം കൊടുക്കണം? എന്നാൽ മാത്രമേ അവിടെ നിന്നൊക്കെ പൗരത്വം കിട്ടത്തുള്ളൂ. അതാണ് അതിനകത്തുള്ള സ്വയം എന്ന് പറയുന്ന സാധനം. സ്വയം അതാണ്. സ്വയം അത് ദൈവഹിതത്തിന് വിടണം. മനസ്സിലായില്ലേ? അവിടെ കയറി പിടിച്ചു കഴിഞ്ഞാൽ പക്ഷേ എന്നിട്ട് നീ എന്ത് ചെയ്യണം? കുരിശെടുക്കണം. സ്വയം പരിചയിച്ചിട്ട് എന്ത് ചെയ്യണം? സ്വയം പരിചയിച്ചുകൊണ്ട് മാത്രമല്ല, അവിടെ ദൈവഹിതത്തിന് അത് എന്തും സംഭവിക്കട്ടെ, അത് കോംപ്രമൈസ്, അത് നീ ദൈവം എന്ത് തീരുമാനിക്കുന്നു അവിടെ ഒരു കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാണെന്ന് ആദ്യമേ കൈപൊക്കി പറഞ്ഞേക്കണം. കർത്താവേ, ഇതാണ് എൻ്റെ സ്വയം, പക്ഷേ ഇതേ സമയത്ത് അറ്റ് എനി കോസ്റ്റ് പരിത്യജിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ്, കർത്താവേ എൻ്റെ നിയോഗത്തിൽ എഴുതിയിരിക്കുന്നതാണ് എൻ്റെ സ്വയം. അത് നിന്നെ സ്വീകരിക്കാൻ വേണ്ടി ഏതൊത്തുതീർപ്പിനും ഞാൻ തയ്യാറാണ്. അപ്പൊ ഈ സ്വയം ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി കുപ്പയായിട്ട് കരുതാൻ നമുക്ക് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ലിഫ്റ്റാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? അതിൻ്റെ അകത്തൊരു ക്രോസ് കണ്ടൻറ്റ് നിങ്ങൾ ആഡ് ചെയ്യണം. ക്രോസ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കുക. പിന്നെ എന്താണ്? കുരിശമെടുത്തുകൊണ്ട് കൂടെ വരിക. അപ്പം അപ്പോഴാണ് ഈ ക്രിസ്തു എന്ന് പത്രോസ് പറഞ്ഞ സംഭവം ഇവനെ അവകാശം ഓഹരിമാക്കാനുള്ള സൊല്യൂഷൻസിൻ്റെ ഇക്വേഷൻസ് പറയുകയാണ് ഈശോ. എന്താണ്? അതിനൊന്ന് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ എന്ത് ചെയ്യണം? സ്വയം എന്നുള്ള സംഭവം എല്ലാത്തിൻ്റെ അകത്ത് സ്വയം ഉണ്ടാകും. ഇപ്പം നിനക്കൊരു കുഞ്ഞിനെ വേണം, ദാറ്റ്സ് ഓക്കെ, ന്യായമായ ആവശ്യമാണ്. കുഞ്ഞിനെ കിട്ടുമ്പോൾ അതിൻ്റെ അകത്തൊരു സ്വയമുണ്ട്. എന്താ കാര്യം? ഇനി കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിനെ കിട്ടിയാൽ ചിലപ്പോൾ ചില പെണ്ണുങ്ങൾക്ക് ഇതുവരെയുള്ള ക്രിസ്തുവിനെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കും. അതെന്താണ്? ഞാൻ എപ്പോഴും പറയുന്ന എൻ്റെ ഒരു അനുഭവമുണ്ട്. ഞാൻ ഇടവക ഒന്നും പറയണില്ല. ഞാൻ ഇടവക ഇരിക്കുമ്പോൾ എപ്പോഴും ഒരു ചേടുത്തി വരുമായിരുന്നു 2 പെൺകുഞ്ഞുങ്ങളുമായിട്ട്. പെൺകുഞ്ഞുങ്ങളൊന്നും അല്ല, അതൊക്കെ വലിയ പിള്ളേരാണ്, 10-20 വയസ്സുള്ളതാണ്. ഇതുങ്ങളായിട്ട് എപ്പോഴും വരും ചേടുത്തി. അപ്പോൾ ചേടുത്തിയിടക്ക് ഒരു ആന്തരികമായ ദുഃഖമുണ്ട്. അപ്പോൾ അത് എൻ്റെ മനസ്സിൽ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഇവരുടെ സംസാരം സ്കാൻ ചെയ്യുമ്പോൾ എപ്പോഴും ഇവരുടെ ആന്തരികമായ ദുഃഖം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാര്യം വെച്ചാൽ ഈ പെൺപിള്ളേരൊക്കെ 2 പേരും കല്യാണം കഴിപ്പിച്ച് വിടും. പിന്നെ തനിക്ക് ഒരു ആൺകൊച്ചില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖം ഇവർക്കുണ്ട്.
അത് ഭയങ്കര ദുഃഖമാണത് ശരിക്കും പറഞ്ഞാൽ. ചിലർക്ക് ദുഃഖമില്ല. കാര്യം കുടുംബങ്ങളൊക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ട് പോകുന്നത് പെൺപിള്ളേരല്ലേ പലതും. അപ്പം ചിലർക്ക് അത് ഭയങ്കര പെൺപിള്ളേരില്ലാത്തതായിരിക്കും ദുഃഖം, ചിലർക്ക് ആൺപിള്ളേർ ഇല്ലാത്തവർക്കും ദുഃഖം. അത് അവരെ ആശ്രയിക്കുന്ന വിഷയമാണ്. രണ്ടും ശരിയാണോ തന്നെ തെറ്റാണോ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിഫേഴ്സ്, ഓരോരുത്തരെ ആശ്രയിച്ചിരിക്കുക. അപ്പോൾ ഈ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് നല്ല ഇടിവെട്ട് പെൺപിള്ളേരുണ്ട്. അവർ ആൺപിള്ളേരേക്കാൾ അടിപൊളി പിള്ളേരാണ്. എന്ത് കാര്യം ചെയ്യാനും ഏത് വണ്ടിക്ക് പോകാനും എന്ത് കാര്യം സഹായിക്കാനും ചെയ്യാം. പക്ഷേ ഷീസ് നോട്ട് സാറ്റിസ്ഫൈഡ്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് സങ്കടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ആൺകുഞ്ഞുണ്ടായിരുന്നതാണ് പണ്ട്. ഇത് കുറേ നാളായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നിട്ട് ഈ പെൺകുഞ്ഞുങ്ങൾ ജനിക്കണ മുമ്പ് അവർക്ക് ആൺകുഞ്ഞ് ജനിച്ചതാണ്. നല്ല മുഴുമുടക്കനായ നല്ല വെണ്ണപ്പരുവത്തിൻ്റെ കൊച്ചാണ് ജനിച്ചത്. പക്ഷേ എന്നാ പറ്റിയിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതോടുകൂടി ഇവരുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവും. ഇവർ ദൈവത്തിൻ്റെ നിന്ന് കാലെ പിടിച്ച് ഈ കൊച്ചിനെ സംഘടിപ്പിച്ചെടുത്ത് പിന്നെ ഒരു കാര്യമുണ്ട്. പിന്നെ എന്താണ്, ആ കൊച്ചിന് വീട്ടിൽ ആരെക്കൊണ്ടും കൈ തുടിക്കത്തില്ല. അപ്പോൾ അവിടെ ലക്ഷണം മാറി. അതാണ് സ്വയം എന്ന് പറയണത്. ഈ കരഞ്ഞ കൂവിയൊക്കെ ഇവിടെ കൂടെ നടക്കുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യാത്തത് എന്താണ്, ഈ പിശാചിനെ എനിക്കറിയാം. അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്തൊരു നിലവിളിച്ചാലും നിങ്ങളവർക്ക് ജോസഫ് ചെന്നാൽ മൈൻഡ് ചെയ്യാത്തത്. ഞാൻ എനിക്കറിയാം സാധനത്തിന്. കാര്യം ഇതോടുകൂടി ഇവളുടെ കാര്യം തീരുമാനമാകാൻ പോകും. ഇവിടെ ദൈവത്തിൽ നിന്ന് പോകാൻ പോകുകയാണ്. നമ്മളെപ്പോഴും പറയണം ദൈവത്തിൻ്റെ കണ്ടൻറ്റ്, ദ കണ്ടൻറ്റ് ഓഫ് ദി ക്രോസ്, അതെപ്പോഴും ഗ്യാരണ്ടി ചെയ്യണം നിങ്ങളുടെ നിയോഗത്തിൽ. 21 ലക്ഷം മനുഷ്യരുടെ കൗൺസിലിങ് കഴിഞ്ഞ 38 കൊല്ലമായിട്ട് ചെയ്തിട്ടാണ് ഈ കാര്യം പറയണത്. നിങ്ങളുടെ കണ്ടൻറ്റ് വൈസ് ഇപ്പോൾ ഇവർക്ക് ഈ ചേച്ചിക്ക് എന്താ സംഭവിച്ചിരിക്കണത്, ഈ ചേച്ചിക്ക് സംഭവിച്ചിരിക്കണത് ഇതാണ്. ഇവർ ഒരായുണ്ട് വീട്ടിൽ കുഞ്ഞിന്. ഈ 2 പെൺകുഞ്ഞുങ്ങൾ ജനിക്കണ മുമ്പ് ജനിച്ച കൊച്ചാണേ ആൺകുച്ച്. ഈ വീട്ടിൽ ഒരു ആയുണ്ട്. ആയ കുഞ്ഞു ഉറങ്ങി വരുമ്പോൾ ഇവർ ആദ്യത്തെ കുർബാന, ഈ ചേച്ചി ആദ്യത്തെ കുർബാനക്ക് വരും. ആദ്യത്തെ കുർബാനക്ക് വന്നിട്ട് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ് അച്ഛൻ കുർബാന ഉയർത്തുമ്പോൾ തന്നെ ഇവർ മാഞ്ഞു പോകും. പള്ളിയിൽ നിന്ന് മായാവി പോണ പോലെ ചെടുത്ത് മാഞ്ഞു പോകും. എന്താ കാര്യം എന്നറിയാമോ, അവർക്ക് കൊച്ചുണരണ സമയം അറിയാം. കൊച്ചുണരണ സമയം അറിയാം. എന്താണ് കാര്യം, ഇതാണ് ടൈം. ഒരു 7:15 പരുവത്തിലെ ടൈമിനാണ് കൊച്ചു ഉണരണത്. ആ ഉണരുമ്പോൾ ആ പണ്ടാരം ആ കുഞ്ഞിനെ നോക്കാൻ നിർത്തിക്കണം. അവളെ കയറി അവരെ കൊച്ചിനെ എടുക്കും. വാവോ വാവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിലവിളിക്കുമ്പോൾ ആ കുഞ്ഞ് വിചാരിക്കും ഇവളാണ് അമ്മയെന്ന്. അപ്പോൾ താൻ ഔട്ടാകാതിരിക്കാൻ വേണ്ടി കുഞ്ഞു ഇടണ മുമ്പ് കർത്താവ് വിട്ടു ഇവൾ 4 കാലം വീണ് വീട്ടിൽ പോയി കുഞ്ഞിനെ എടുക്കും. കുഞ്ഞിനെ എടുക്കണ മുമ്പ് ഇവളെ കുഞ്ഞിനെ എടുക്കും. എത്ര കൊല്ലമായി, ഒരു 3/4 കൊല്ലത്തോളം ഇതന്നെ ഒരു കലാപരിപാടി. കുഞ്ഞിനെ പറ്റി ബാക്കി ആർക്ക്, അവളുടെ ഭർത്താവിന് വരെ അവിടുത്തെ വേലക്കാരത്തി ഭക്ഷണം കൊടുത്ത് അവൾക്കൊരു പ്രശ്നമില്ല. പക്ഷേ കുഞ്ഞിനെ കൊണ്ട് ഭക്ഷണം എടുപ്പിക്കത്തില്ല. ഇതാണ് സ്വയം എന്ന് പറഞ്ഞ സാധനം. പിടിയ അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞ സംഭവം നിസ്സാരമില്ലേ. അത് ആരോടെ, വീട്ടുകാരോടായാലും ശരി, അമ്മയോടായാലും ശരി, അപ്പനോടായാലും ശരി, അതായത് ക്രിസ്തുവിനെ നിർത്തിക്കൊണ്ട് വേറൊരു അറ്റാച്ച്മെൻറ്റിന് നമ്മൾ തയ്യാറായാൽ പിന്നെ ക്രിസ്തുവിനെ നിങ്ങൾ അവിടെ നോക്കേണ്ട കാര്യമില്ല. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചേക്കണം. ഇത് വളരെ വളരെ ബുദ്ധിപൂർവ്വം അവധാനതയോടുകൂടി ശാസ്ത്രീയമായി ആധ്യാത്മിക ശാസ്ത്രമനുസരിച്ച് സൂക്ഷ്മതയോടെ പഠിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. എന്താ അത് ഈ എല്ലാ വിഷയവും അങ്ങനെ വരും. ഇപ്പം നിങ്ങൾ കല്യാണം കഴിച്ചു, അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞ് ജനിക്കണം, അല്ലെങ്കിൽ ഒരു ഭർത്താവ്. അപ്പോൾ നിങ്ങൾക്ക് ഭർത്താവിനൊക്കെ ഒരു സങ്കല്പമുണ്ട്, ഭർത്താവിനെ ഞാൻ അങ്ങനെ സ്നേഹിക്കും, ഭർത്താവിനെ ഇങ്ങനെ സ്നേഹിക്കും, ഇങ്ങനെ ഓരോ സങ്കല്പങ്ങൾ ഉണ്ടാക്കി എടുക്കും. നിങ്ങൾക്ക് വീട് വേണം, വീട് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഡ്രോയിങ് റൂം വേണം, വർക്ക് ഏരിയ വേണം, വർക്ക് ഏരിയയിൽ ഒരു കബോർഡ് വേണം. അതിനെല്ലാം ഞങ്ങൾക്ക് ഐഡിയ. വീട് വെക്കാൻ നേരത്ത് ദൈവത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതലാണ് നിങ്ങളുടെ കിച്ചൻ്റെ വർക്ക് ഏരിയയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണത്. അത് ദൈവത്തെ അറിയാമല്ലോ, അതല്ലേ പ്രശ്നം. ഒരു വീടില്ലെന്ന് പറയുമ്പോൾ ആ വീട് വെച്ചിട്ട് സ്വന്തമായൊരു വീട് വെക്കുമ്പോൾ നിങ്ങൾ കല്യാണം ചെന്ന വീട്ടിൽ നിങ്ങളുടെ അലമാരിയിൽ സ്വർണമോ അതുപോലെ തന്നെ സാരിയോ വെച്ചപ്പോൾ നിങ്ങളുടെ നാത്തൂനോ നിങ്ങളുടെ അമ്മായിയമ്മ വെപ്പിച്ചിട്ടില്ലെങ്കിൽ അതിനൊക്കെ പരിഹാരം ചെയ്യാനൊരു പ്രതികാരം ഉള്ളിക്കിടപ്പുണ്ട്. അതാണ് സ്വയം. നീ ഒരു വീട് വെക്കുമ്പോൾ എണ്ണി ഇവളൊക്കെ എന്നോട് കാണിച്ചതിന് ഇവിടെ മുമ്പിൽ ഞാൻ സമാധാനം ചെയ്യും. അതാണ് സ്വയം. ഈ വീടിൻ്റെ സംഭവം. ഒരു വീട് ചെയ്യുമ്പോൾ നിൻ്റെ ഉള്ളിലൊരു സ്വയം ഉണ്ടാവും. അത് മിക്കവാറും ദൈവത്തിനെതിരായിരിക്കും. ഇപ്പോൾ ഇവരുടെ സ്വയം എന്താണ്, വെണ്ണക്കുഞ്ഞിനെ അതുപോലെ വളർത്തി അവളുടെ അടിമയായി അവളുടെ സ്വരം കേട്ട് മാത്രം ഉറങ്ങുകയും അവളുടെ സ്വരം കേട്ട് ഉണരുകയും അവളുടെ സ്വരം മാത്രം തിരിച്ചറിയുകയും ചെയ്യുന്ന കുഞ്ഞായിട്ട് തന്നെ മാറ്റുകയാണ്. പാല് ഈ തള്ള മാത്രമേ കൊടുക്കത്തുള്ളൂ, വേറെ ആരും കുഞ്ഞിനെ കൊണ്ട് പാലെടുപ്പിക്കത്തില്ല. ഇപ്പം എന്നാ പറ്റിയിരിക്കണമെന്ന് നോക്കിയേ, 2.5 കൊല്ലം അത് ജീവിച്ചാ കൊച്ചി.
2.5 കൊല്ലം കഴിഞ്ഞപ്പോൾ വെറുതെ ചത്തുപോയി ആ കൊച്ചി. അതെന്താ വെറുതെ ചത്തുപോകാൻ കാര്യം? ഞാൻ ചോദിച്ചു, എന്തെങ്കിലും വെറുതെ ചത്തുപോയത്? അതെ, കുഞ്ഞിൻ്റെ കരളിൽ പാലിൻ്റെ പാട കെട്ടിയെന്ന്. പാല് മാത്രമേ കൊടുക്കത്തുള്ളൂ, കളർ വെക്കാൻ വേണ്ടി പൊന്ന് വരച്ച് കൊടുക്കും, പാലും കൊടുക്കും, പോരെ പരിപാടി. അപ്പോൾ കളറും വെക്കും, മിനുക്കം ഉണ്ടാകും കൊച്ചിന് മിനുക്ക് കിട്ടി എൻ്റെ കൊച്ചാണെന്ന് പറഞ്ഞ് പള്ളിയിലൊക്കെ കൊണ്ടുനടക്കാനാണ്. അപ്പോൾ എല്ലാവരും പറയാം താടിക്കാൻ നല്ല കുഞ്ഞാണ് നല്ല തിളക്കമുള്ള കുഞ്ഞാണെന്ന് പറയും. അതിനു വേണ്ടി ഇവിടെ ഇതാണ് സ്വയം എന്ന് പറയണത്. നമ്മൾ ഓമനത്വത്തോടു കൂടി എന്തിനെ നോക്കിയാലും അത് സ്വയമായി മാറും. ഈ സ്വയം ഏത് സമയത്തും വെച്ചൊഴിയാനും സമർപ്പിക്കാനും നമ്മൾ തയ്യാറാകുകയും അതുകൊണ്ട് മാത്രം ഈ സംഭവം നടക്കത്തില്ല. പിന്നെ എന്താണ്? ഒരു കുരിശ് ഇതിനകത്ത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളിലും ഒരു കുരിശുണ്ടാകണം. ഇന്നലെ ഇവിടെ ഒരു സാക്ഷി ഒരു മോള് പറഞ്ഞ്, അവളെന്താ പറഞ്ഞെന്നറിയാമോ? എനിക്ക് വലിയ കാശൊന്നുമില്ല, IELTS OIT ഒക്കെ പഠിക്കാനോ ഇനിയും തോറ്റാലൊക്കെ വീണ്ടും എഴുതി കൊടുക്കാനൊക്കെ എൻ്റെ കാശില്ല. അപ്പം ഞാൻ കർത്താവിനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നീ എന്നെ ഒറ്റ ജയിപ്പിക്കലേക്കാണ്ട് ജയിപ്പിച്ചതാ, നിന്നോട് ഞാനൊരു കുരിശെടുത്ത കാര്യം പറയാം. എന്താ കുരിശ്? ഈ കാശ് OIT എഴുതാൻ കാശില്ലാത്ത പിള്ളേരെയില്ലേ, അവരെ ഞാൻ തിരക്ക് നടന്ന് പിടിപ്പിച്ചിട്ട് അവരെ ഞാൻ പഠിപ്പിച്ചോളാം. അവരെ കാശ് മുടക്കാതെ തന്നെ പഠിപ്പിച്ചിട്ട് ഞാൻ പരീക്ഷ എഴുതിക്കൊള്ളാം. എന്താണ്? ആ ഒരു കുരിശാണ് എടുക്കുന്ന ആ സാധനം. ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ വേറെ ഒരു കുരിശ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പോൾ ചിലർക്ക് ജെറോം പഠിക്കാൻ പറ്റത്തില്ല, ചിലർ ഭയങ്കര കാഴ്ചയായിരിക്കും. അപ്പോൾ ഒരാൾ ചിലർ പറയും ഞാൻ പഠിപ്പിച്ചാൽ നിന്നെ, നീ പഠിക്കണ്ട, നീ 5 പൈസ മുടക്കണ്ട, നീ ഞാൻ പറയണ പോലെ പഠിച്ചാൽ മതി. അതാണ് അത് കുരിശെടുക്കുക. വെച്ചാൽ മറ്റുള്ളവരുടെ നമുക്ക് കുരിശെന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പ്രത്യേകിച്ച് പ്രോഫിറ്റബിൾ ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയോ ഒരു വിഷയമോ ആണ് കുരിശെന്ന് പറയണത്. എന്താണ് കുരിശെന്ന് പറയണത്? നമുക്ക് നേരിട്ട് ഫലമില്ലാത്ത ഒരു കുരിശ്, ഒരു വ്യക്തിയോ ഒരു വിഷയമോ ആണ് കുരിശെന്ന് പറയണത്. അപ്പം നമ്മൾ ക്രിസ്തുവിനെ രഹസ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പിന്നെ എന്താണ്? പത്രോസിനോട് പിന്നെ അടുത്ത വേദപാഠം പറഞ്ഞു കൊടുക്കുകയാണ്. അടുത്ത വേദപാഠം, നീ ക്രിസ്തുവാണെന്ന് അതിൻ്റെ പ്രവേശന അനുമതി കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നീട് അവനിപ്പോൾ എൻട്രൻസല്ലേ കിട്ടിയുള്ളൂ. പത്രോസിൻ്റെ എൻട്രൻസ് ടെസ്റ്റായിരുന്നു ഇന്ന് നടന്നത്. പത്രോസ് എൻട്രൻസ് പാസ്സായി. അപ്പോൾ ഈ പറഞ്ഞ് എൻട്രൻസ് പാസ്സായ കാര്യമല്ല, സിലബസ് വരുന്നുണ്ടെന്ന് പറയും. പിന്നെ സിലബസ് പഠിപ്പിക്കാൻ തുടങ്ങി. പുള്ളി പറഞ്ഞ് എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല, നീ പഠിക്കേണ്ട, ഇത് നമ്മൾ രണ്ടും കൂടി പഠിക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു. എന്താ? മനുഷ്യപുത്രൻ ശത്രുകരങ്ങൾ ഏൽപ്പിക്കപ്പെടും, അതല്ലേ പറഞ്ഞത് ഇന്ന്. മാറ്റി നിർത്തി ഇത് നീ ക്രിസ്തുവാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻട്രൻസ് ഇവൻ പാസ്സായി. പക്ഷേ ഇവന് സിലബസ് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ എന്താ സിലബസിലുള്ള എന്താണ്? നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്, ഇവിടെ തന്നെ ചുറ്റുവട്ടി കിടക്കുകയല്ല, നമ്മളൊരു യാത്രയിലാണ്, ജീവിതയാത്രയാണ്. ഈ ജീവിതയാത്രയിൽ നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്. ജെറുസലേം എന്ന് പറഞ്ഞാൽ എന്താണ്? നിത്യതയിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ നിത്യതയിലേക്ക് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നിത്യതയിലേക്കുള്ള വഴി പിന്നെ പറയുകയാണ്. എൻട്രൻസ് പാസ്സായി കഴിഞ്ഞപ്പോൾ നിത്യതയിലേക്കുള്ള സിലബസ് വെക്കും ഈശോ. അതെന്താ സിലബസ്? എന്താ? എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ, നിത്യതയെ, ഈശോയുടെ ലക്ഷ്യം നിത്യതയല്ലേ. അപ്പം അനുഗമിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴ വരെ പോകുകയല്ലല്ലോ. അപ്പം നിങ്ങളുടെ ഈ IELTS വരെയാണ് കാനഡയിൽ എത്തണ വരെ യേശുവിനെ അനുഗമിക്കാനാണെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്, സ്ലോ ആവും സാധനം. നിങ്ങളുടെ വസ്തു വിൽപ്പന മാത്രമാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഇത് സ്ലോ ആകും. കാര്യം ദൈവത്തിൻ്റെ മാർജിൻ അവിടെ ഇല്ല. അതുകൊണ്ട് നിത്യത എന്നുള്ള വിഷയമാണ് ആദ്യമേ തന്നെ നിയോഗത്തിൽ വെക്കേണ്ടത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എന്റെ നിയോഗങ്ങളിൽ നിന്റെ പീഡാനുഭവത്തിലൂടെ മരണത്തിലൂടെ അപ്പായെ പ്രസാദിപ്പിക്കുവാൻ നീ എടുത്ത മാർഗങ്ങളിലൂടെ നിന്റെ മരണത്തിലൂടെ നീ നേടിയ നിത്യജീവനെ അവകാശമാക്കാൻ, അതെന്റെ നിയോഗമാക്കാൻ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി.
നല്ല ശിക്ഷനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ കർത്താവിന്റെ പാഠശാലയിലെ നിത്യതയുടെ സിലബസ് ആരംഭിക്കുകയാണ്. ഒന്നാം പാഠം എന്താണ്? നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്. ആദ്യം തന്നെ ലക്ഷ്യം ഫിക്സ് ചെയ്യാൻ പറയും. നിന്റെ IELTS, നിന്റെ കാനഡ, നിന്റെ അമേരിക്ക, നിന്റെ ന്യൂസിലൻഡ് അല്ല. അത് ഈ ആലപ്പുഴ വരെ പോണ പോലെ ഇരിക്കും. അതല്ല, നിന്റെ നിത്യത ആദ്യം നിന്റെ നിയോഗമാക്കാൻ പറയും. പ്രാർത്ഥിക്കുക. കർത്താവേ, കർത്താവേ, അങ്ങയുമായിട്ടുള്ള എന്റെ ഉടമ്പടിയില് എന്റെ നിത്യത നിയോഗമാക്കാൻ എനിക്ക് അന്തർജ്ഞാനം നൽകണമേ. നിങ്ങളെ എൻകറേജ് ചെയ്തിരിക്കും. നിങ്ങൾ വിഷമിക്കുകയൊന്നും ചെയ്യരുത്. ഞാൻ ഇടയ്ക്ക് കുരിശൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കരുത്. ഇതൊക്കെ സിമ്പിളായിട്ട് അനോയിൻറ്റിങ് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഭാരം ലഘുവാകുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? എൻ്റെ ഭാരം ലഘുവാകും. അത് പ്രോമിസിങ്ങിലുള്ളതാണ്, വാഗ്ദാനത്തിലുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ കുരിശിനെ ഓർത്തോളം വിഷമിക്കൊന്നും വേണ്ട. ഞാനും കുറേ കുരിശ് കണ്ടതും ഇപ്പോൾ എടുക്കുന്നതുമാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എംപവർ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്ന് പറയണത്, ഇപ്പോൾ തന്നെ ഇതിൻ്റെ എൻകറേജ് ചെയ്യുന്ന ഇതിൻ്റെ പകുതി ഇപ്പോൾ പത്രോസ് തന്നെ ഈശോ എന്താ പറഞ്ഞത്? നീ എൻട്രൻസ് പാസ്സായി, ഐ നോ ഇറ്റ്. പക്ഷേ ഇത് നോട്ട് ബൈ മെറിറ്റിലാണ് വന്നിരിക്കുന്നത്, ബട്ട് ബൈ ഗ്രേസാണ്. കുറച്ച് നിൻ്റെ അറിവാണ്, ബാക്കി ഗ്രേസാണ്. എന്താണ്? എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത്. ആ ഗ്രേസാണ് സംഭവം. അപ്പോൾ ഈ ഗ്രേസിൻ്റെ വാട്ടർ മാർക്ക് എല്ലായിടത്തും ഉണ്ടാവും. നീ സത്യസന്ധമാണെന്ന് നിയോഗം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ദൈവത്തിന് മാത്രം ചെയ്യാനുള്ള ചില സംഭവങ്ങൾ ദൈവം നിനക്ക് തന്നുകൊണ്ടിരിക്കും. പത്രോസിന് അത്രയും വിവരമില്ല. പത്രോസിന് ഏറെക്കുറെ ഒരു ഐഡിയയേ ഉള്ളൂ ക്രിസ്തുവിനെക്കുറിച്ച്. പക്ഷേ ലോകത്തിലേക്ക് വരായിരുന്ന മിശിഹായാണെന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ലോകത്തിലേക്ക് വരായിരുന്ന മിശിഹ എന്ന് പറഞ്ഞ സംഭവം പത്രോസിൻ്റെ അല്ല, ശരിക്കും അത് പിതാവിൻ്റെതാണെന്ന് ഈശോ പറഞ്ഞു. അത് ഗ്രേസാണ്, മെറിറ്റല്ല. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, പത്രോസിനെ സഹായിച്ചതുപോലെ നിന്നെ മനസ്സിലാക്കാൻ എനിക്കും വരപ്രസാദം നൽകി എന്നെയും നയിക്കണമേ. ശ്രുതികടെ ഹല്ലേലൂയ. ഇനി നമ്മുടെ യാത്ര ഇത്തിരി ദൂരമുണ്ട്. അതാണ് വി ആർ ഗോയിങ് ടു ജെറുസലേം. എന്ത് ജെറുസലേമാണ്? സ്വർഗീയ ജെറുസലേമാണ്. ആ സ്വർഗീയ ജെറുസലേമേക്കുള്ള നിത്യതയിലേക്കുള്ള യാത്രയാണ്. അതിന് നീ എക്വിപ്ഡ് ആണെന്ന് ചോദിക്കും. എന്താണ്? എന്നെ അനുഗമിക്കേണ്ടി വരും. എന്നെ അനുഗമിക്കേണ്ടി വരുമ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ എവറസ്റ്റിലൊക്കെ പോകുന്ന ആൾക്കാരെ, കയറുന്ന ആൾക്കാരെ, ഇപ്പോൾ എവറസ്റ്റ് കയറിയ ആൾക്കാരുടെ അനുഭവങ്ങളൊക്കെ യൂട്യൂബിലുണ്ട്. അപ്പോൾ എവറസ്റ്റിലേക്ക് കയറുന്ന വഴിക്ക്, പോകുന്ന വഴിക്ക് 8000 അടി കയറണ്ടേ. അപ്പോൾ ഒത്തിരി സായിപ്പന്മാർ കയറിയിട്ടുണ്ട്, ഒത്തിരി അവിടെയുള്ള ഈ നേപ്പാളുകാർ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ടെൻസിങ് ഹിലാരിയും കയറി. അപ്പോൾ ടെൻസിങ്ങിനെ എന്തിനാണ് കൂട്ടിയത്? ഹിലാരി കൂട്ടാൻ കാര്യം എന്താ? ടെൻസിങ് ഈ മല കണ്ട് വളർന്ന ആളാണ്. അയാൾക്ക് കയറി പരിചയമുണ്ട്. ആ നാട്ടുകാരനാണ്. ഇപ്പം കടലിൽ പോകുമ്പോൾ മത്സ്യത്തൊഴിലാളിനെ കൊണ്ടല്ലേ പോകാൻ പറ്റത്തുള്ളൂ. കടലിൽ അല്ലാതെ പുസ്തകം നോക്കി കടൽ നീന്തി പഠിച്ച ആൾക്കാരെ കൊണ്ടുപോകാൻ ടെക്സ്റ്റ് ബുക്കിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ടെൻസിങ്ങിനെയും കൂട്ടിയാണ് ഹിലാരി പോണത്. പക്ഷേ ഹിലാരി പോണ വഴിക്കെല്ലാം നേരത്തെ കയറിയ ആൾക്കാർ മരിച്ചു കിടപ്പുണ്ട്. ഇടക്കിടക്ക് അസ്ഥിക്ക് പഞ്ചരാറ് കിടപ്പുണ്ട്. ചിലത് അഴുകിയിട്ട് പൊടിയില്ല. എവറസ്റ്റിൻ്റെ കൊടുമുടിയിലേക്കുള്ള യാത്രയിൽ അഴുകാത്ത ശരീരങ്ങൾ ഹിമാലയത്തിൻ്റെ സ്റ്റെപ്പുകളിൽ കിടപ്പുണ്ട്. എന്താ കാര്യം? നല്ല തണുപ്പാണ്. 0 വന്നിട്ട് -60 വരെ കിടപ്പുണ്ട്. അവിടെയൊക്കെ കിടക്കുന്ന ഡെഡ് ബോഡി അഴുകത്ത് പൊടിയില്ല, അങ്ങനെ കിടക്കുകയാണ്. വർഷങ്ങളെ കിടക്കുന്നവരുണ്ട്. ഈ യാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇടക്ക് വെച്ച് ചില സമയത്ത് ഹോൾട്ടാകാൻ സാധ്യതയുണ്ട്, പരിചയമില്ലെങ്കിൽ. അപ്പോൾ സായിപ്പന്മാരാണെങ്കിൽ പോലും ഓക്സിജനൊക്കെ
കൊണ്ടല്ലേ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ഓക്സിജൻ വേണം. ഒരു 10,000-3000 അടി കഴിഞ്ഞാൽ പിന്നെ ഓക്സിജൻ ഇല്ല അവിടെ, പിന്നെ ഓക്സിജൻ വേണം. അപ്പോൾ വലിയൊരു യാത്രയ്ക്ക്, നിത്യതയ്ക്കുള്ള യാത്രയ്ക്ക് ഇടയ്ക്ക് ഓക്സിജൻ എടുക്കാൻ പറയും. അതിനാണ് ഈ കുരിശെന്ന് പറയുന്നത്. ഓക്സിജനാണ് ശരിക്കും പറഞ്ഞത്. കർത്താവ് വളരെ കാര്യം, കർത്താവിനെ നിത്യതയിൽ എത്തിച്ച് ദൈവത്തിന് പ്രസാദം വാങ്ങിച്ചതിൻ്റെ പിന്നിൽ ഈ പ്രാണവായു എന്ന് പറഞ്ഞ കുരിശുണ്ട്. കുരിശിൻ്റെ ഒരു ക്രിസ്തീയതയുടെ ഒരു പ്രാണനും പ്രാണവായുമാണ് കുരിശ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കുരിശിനെ നിഷേധത്തിൽ കാണാതെ നിത്യത പ്രാപിക്കാനുള്ള പ്രാണവായുവായി മനസ്സിലാക്കുവാൻ എനിക്ക് അഭിഷേകം നൽകണമേ. ശ്രുതികട ഹല്ലേലൂയ. അപ്പൊ ഉയരങ്ങളിലേക്കും ദൈവത്തെങ്കിലേക്കുള്ള യാത്രയിലെ കുരിശിനെ പ്രാണവായുവായും അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഒരു പ്രണയ മനോഭാവത്തോടു കൂടി എടുക്കണം. അതുകൊണ്ട് ഈശോ പറയണത്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കണം. പിന്നെന്ത് ചെയ്യണം? സ്വയത്തെ നിൻ്റെ സ്വന്തമായി വെച്ചനുഭവിച്ച് സന്തോഷിച്ച് ഈ ഭൂമിയിൽ മരിച്ച് മണ്ണടിഞ്ഞു പോകേണ്ട ആ കണ്ടൻറ്റുകളെ തൽക്കാലം മാറ്റിവെക്കണം. പിന്നെന്ത് ചെയ്യണം? സ്വയം പരിത്യജിക്കണം. പിന്നെ കുരിശെടുക്കണം, എൻ്റെ കൂടെ വരണം. അപ്പോൾ ഇതിനകത്ത് ഉടമ്പടിയിലുണ്ടാകുന്ന ഉടമ്പടി ലൈറ്റ് വെയ്റ്റിംഗ് ആക്കണം. എന്താണ്? പെട്ടെന്ന് എയർ ലിഫ്റ്റിംഗ് ആക്കണത് കുരിശിൻ്റെ കണ്ടൻ്റാണ്. കാര്യം കുരിശിൻ്റെ കണ്ടൻറ്റ് നിത്യതയുടെ കണ്ടൻ്റാണ്. അപ്പോൾ നീ എന്ത് ചെയ്യണം? നീ നിയോഗം വെക്കുമ്പോൾ എന്ത് ചെയ്യണം? ആ നിയോഗം എല്ലാം സ്വയം ആകരുത്. എൻ്റെ വീട്, എൻ്റെ വിവാഹം, എൻ്റെ മക്കൾ, അത് എല്ലാം 6 കാര്യം ഉണ്ടെങ്കിൽ 7 കാര്യം എഴുതി വെക്കും. എന്താണ്? അവിടെ പോയിട്ട് പശുവിൻ്റെ പ്രസവം വരെ എഴുതി വെക്കും. പിന്നെ എങ്ങനെയാണ് സംഭവം മുകളിലോട്ട് പോകണം? പാല് കുടിച്ച് നിങ്ങൾ ആ കൊച്ചു മരിച്ചോളൂ, നിങ്ങൾ മരിക്കും. എല്ലാം 6-7 കാര്യം സ്വന്തം കാര്യം എഴുതി വെക്കും. ഇതിന് ജഡസന്ധതിയുടെ പരിപാടിയാണിത്. അതുകൊണ്ടാണ് ഇതൊക്കെ ഒന്ന് പഠിക്കണം. ഇത് പഠിക്കണം. ജഡസന്ധതിയെപ്പോലെ ആകരുത്. പഠിച്ചിട്ട് അതിൻ്റെ അകത്ത് മറ്റുള്ളവരെ ഈ നിയോഗം നിൻ്റെ വീട്ടിൽ നിനക്കൊരു വീട് തന്നാൽ, ആ വീട് തന്നാൽ നീ ആദ്യം ആ വീട് തന്നാൽ അതുകൊണ്ട് നിനക്ക് നിൻ്റെ മക്കൾക്കും അല്ലാതെ വേറെ ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ? ചില ആൾക്കാർ വീട് കൊടുക്കുമ്പോൾ തന്നെ എന്നാ ചെയ്യുമെന്നറിയാവോ? ചില ആൾക്കാർ ഒരു വീട് നിയോഗം വെച്ച് ഉടനെ നിങ്ങൾക്ക് ഒന്നുമില്ല, പാവപ്പെട്ടവരാണെങ്കിൽ ലൈഫ് മിഷൻ്റെ വീട് കിട്ടിയെന്ന് വിചാരിച്ചോ? ആ ലൈഫ് മിഷൻ്റെ വീട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് കുരിശുണ്ട്. പിന്നെ ഇവർ കുരിശുണ്ടാക്കും, സ്വന്തമായിട്ട് കുരിശുണ്ടാക്കും. എങ്ങനെ കുരിശുണ്ടാക്കണത്? നിങ്ങൾ ചേട്ടായി ആണല്ലോ, തീർച്ചയായിട്ടും 3 സെൻറ്റ് അവകാശമുണ്ട് 10 സെൻറ്റിൽ. 10 സെൻറ്റ് ഉള്ളതെന്ന് വിചാരിച്ചോ? നിങ്ങൾ എന്നാ ചെയ്യും? അപ്പനോട് സൂത്തത് ഒപ്പിടിച്ചിട്ട് ആ 10 സെൻറ്റ് നടുക്ക് കൊണ്ടുവന്ന് നിങ്ങൾ ലൈഫ് മിഷൻ്റെ വീട് വെക്കും. അനിയൻ ഗൾഫിലാണ്, അവൻ പാവപ്പെട്ട ഇവിടെ ഇല്ലല്ലോ. അപ്പം സ്മോൾ അടിക്കുന്ന വേണമെങ്കിൽ അപ്പൻ 2 ലോണ് കിട്ടിയ സന്തോഷത്തിൽ അപ്പൻ 2 വീശിച്ചിട്ട് അപ്പനെ കൊണ്ട് ഒപ്പിടിച്ച് സാധനം സംഭവിക്കും. എന്താണ് സംഭവം? അതോടുകൂടി പിന്നെ അനിയൻ നാട് കടത്തും. സ്വന്തം ചേട്ടൻ തന്നെ അവൻ അനിയനെ പെറ്റ മണ്ണിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്നും അവരെ നാട് കടത്തും. ഇത് ദൈവത്തിനറിയാം, നിൻ്റെ മനോഭാവം ദൈവത്തിന് അറിയാം. നീ പുതിയ കുരിശുണ്ടാക്കും. അതാണ് സംഭവം. സ്വയം എന്ന് പറഞ്ഞ സംഭവം അതാണ്. ആ ലൈഫ് മിഷൻ വീട്ടിലെ സ്വയം എന്തെന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം എന്താണ്? അത് നിൻ്റെ ചേട്ടന്, നിൻ്റെ അനുജന്, അവിടെ കൂടപ്പറപ്പിനെ അവിടെ കിടത്തിപ്പറപ്പിക്കാത്ത രീതിയിൽ, വേറെ ഒരു വീട് അവിടെ വെക്കാൻ പറ്റാത്ത രീതിയിൽ നീ അവിടെ താമസിപ്പിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? പെങ്ങന്മാരെ നീ അധികം കൈകാര്യം ചെയ്യും. കെട്ടിച്ചു പോയ പെങ്ങന്മാർ വീട്ടിൽ വരുമല്ല അമ്മയെ കാണാൻ. അയ്യോ, നീ മോന്തം കയറ്റി അവിടെ വരും. നീ നല്ല കാര്യം, നിൻ്റെ വീടല്ലേ, നിൻ്റെ വീട് നീ അപ്പനെടുക്കുന്ന എഴുതി വാങ്ങിച്ച വീടല്ലേ. പിന്നെ അന്നും അപ്പൻ ഒപ്പിട്ട് തന്നാൽ പിന്നെ നിൻ്റെ പരിപാടി എന്താണ്? നിൻ്റെ പ്രാർത്ഥന എന്താണ്? അപ്പൻ എത്രയും വേഗം ചാകണമെന്നാണ് പ്രാർത്ഥന. എന്താ കാര്യം? അപ്പൻ ഒപ്പിട്ട് തന്നില്ലേ, അനിയൻ വരുമ്പോൾ അപ്പൻ്റെ കടുത്തേക്ക് കയറുമല്ല, അപ്പൻ ചാകണം. എങ്ങനെയുണ്ട് പരിപാടി? അപ്പം നീ ആ വീടും ആ സ്ഥലവും അടിച്ചു മാറ്റുകയും പെങ്ങന്മാരെ അനുജനം പുറത്താക്കുകയും ചെയ്യും. നിൻ്റെ നിയോഗത്തിൽ ഓടരുത് അമ്മാവ, ആളറിയാവുന്ന ആദ്യമേ തന്നെ ഇത് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ പറയും ഇതിന് വിസ കിട്ടത്തില്ലെന്ന് പറയും. എന്താ കാര്യം? നിൻ്റെ മനസ്സിരിപ്പ് എന്താണെന്ന് ദൈവത്തിന് അറിയാം. അപ്പം നിയോഗങ്ങളുള്ള സ്വയം, അതാണ് ഈശോ പറയണത്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം പരിത്യജിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, മറ്റുള്ളവർക്ക് കുരിശ് കൊടുത്തുകൊണ്ട് എൻ്റെ സ്വയത്തെ പരിത്യജിക്കാനുള്ള പ്രത്യേക
പ്രത്യേക പ്രവണതകളെ എന്നിൽ നിന്ന് നിന്റെ വിശുദ്ധ രക്തത്താൽ നീ കഴുകി മാറ്റണമേ. ശ്രുതിയുടെ ഹല്ലേലൂയ, കുരിശേകം തണലിൽ ഞാൻ അണഞ്ഞിടുന്നു, തിരുക്കുരിശേ പുൽകിടുന്നു. കുരിശേകം തണലിൽ ഞാൻ അണഞ്ഞിടുന്നു, തിരുക്കുരിശേ പുൽകിടുന്നു. മുറിവേറ്റിടയും എന്നേയെ കുരിശോട് ചേർത്തിടുന്നു. മുറിവേറ്റിടയും എന്നേയെ കുരിശോട് ചേർത്തിടുന്നു. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, നിങ്ങളുടെ ശ്രദ്ധ പോകരുത്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ നിയോഗങ്ങളെ എങ്ങനെ ലൈറ്റ് വെയിറ്റ് ആക്കാം, എങ്ങനെ ഭാരം കുറഞ്ഞതാക്കാം. അതിനകത്തുള്ള സ്വയം കണ്ടൻറ്റുകളെ നിങ്ങൾ വാറ്റിക്കളഞ്ഞാൽ മതി. സ്വയം കണ്ടൻറ്റുകൾ. എന്നിട്ട് എന്ത് ചെയ്യണം? കുരിശ് ആഡ് ചെയ്യണം. എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താണ്? കുരിശ് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ രക്ഷപ്പെട്ടാൽ മറ്റുള്ളവരെയും രക്ഷപ്പെടുത്തും. അതാണ് കുരിശ് ആഡ് ചെയ്യണത്. മനസ്സിലായില്ലേ? നിങ്ങളുടെ നിയോഗങ്ങളിൽ ഗ്യാരണ്ടി, മറ്റുള്ളവരുടെ രക്ഷ. ഈ ദിവസങ്ങളിലെ റിനു റോജിൻ എന്ന് പറഞ്ഞൊരു ദമ്പതികൾ സാക്ഷ്യം പറഞ്ഞു. റിനു റോജിൻ, അത് ഒരു ഒന്നൊന്നര സാക്ഷ്യമാണ്. കുറേ ഘട്ടങ്ങളുണ്ട്, 13 ഘട്ടങ്ങളാൻ പറ്റിയ സാക്ഷ്യത്തിനുണ്ട്. ഞാൻ എല്ലാം ഒന്നും പറയാൻ ഉദ്ദേശിക്കണില്ല. അതിൻ്റെ ഒരു ഉദ്ദേശം, റിനു റോജിൻ ദമ്പതികളാണവർ. പെട്ടെന്ന് ഈ ഭർത്താവിന് ഒരു പനി വരും. 6 ഡിഗ്രി, അതായത് 106 ഡിഗ്രി. അതിൻ്റെ കാരണം ഒരു പ്രത്യേകതരം ബാക്ടീരിയ ഈ മനുഷ്യൻ്റെ ശരീരത്തിൽ കയറും. എവിടുന്നാണ് കയറിയെന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അത് അംബികസ്, അത് ശരിയാണോ ഇല്ലെന്ന് നമുക്ക് ടെസ്റ്റിഫൈഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ പറയണില്ല. പക്ഷെ പനി വിട്ട് മാറുന്നില്ല. പനി കയറി പോയി അവസാനം ഡോക്ടർ ഇവളോട് പറയുകയും ഐസിയുലേക്ക് മാറ്റിക്കഴിഞ്ഞിട്ട് പറയും, ഐസിയുന്ന് എത്ര കാലം കഴിയുമ്പോൾ എടുക്കാൻ പറ്റുന്ന അറിയത്തില്ല, ഈ ബാക്ടീരിയ കയറി കയറണം. എന്നാ ബാക്ടീരിയ ആണത്? സ്റ്റഫൈലോ ഫൈക്കസ്, കോക്കസ്. സ്റ്റഫൈലോ കോക്കസ് എന്ന് പറഞ്ഞൊരു ബാക്ടീരിയയാണ്. അത് കയറിയിട്ട് തന്നെ ബ്രെയിനിൽ കയറും, പിന്നെ കിഡ്നിയിലും കരളിലും ഒക്കെ കയറും. ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം ഡാമേജ് ആകും. ഭയങ്കര സീരിയസ് ആയി, അയാളെ മരിക്കുന്നൊരു കണ്ടീഷനായി. അപ്പോൾ ഇവൾ പറയണ കുറേ വാക്കുകളുണ്ട്. സാക്ഷ്യം നിങ്ങൾ കേൾക്കണ്ട. റിനുവിൻ്റെ സാക്ഷ്യം ഒരു ക്വാളിറ്റി ആയിട്ടുള്ള സാക്ഷ്യമാണ്. പ്ലെയിൻ മിറക്കിൾ ബൈ മിറക്കിൾ. ഒത്തിരി മിറക്കിൾസ് ഉണ്ടെങ്കിലും മിറക്കിളല്ല അതിൻ്റെ അകത്തുള്ള സംഭവം. മിറക്കിളിനേക്കാൾ ഉപരി അതിൻ്റെ അകത്തൊരു സ്പൈനൽ കോഡ് പോകുന്നുണ്ട്. ദൈവാനുഭവത്തിൻ്റെയും ദൈവത്തിൻ്റെ കണ്ടെത്തലിൻ്റെയും ഒരു സ്പൈനൽ കോഡ് പോകുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ ഡെലിറിയം സിറ്റുവേഷൻ ദൈവം മരിച്ചു പോകുന്നുള്ള ചിന്ത വരുമ്പോൾ ഉടനെ ഇവൾ പറയണത്, എനിക്കൊരു അഭയവുമില്ല. ആകപ്പാടെ എനിക്കുള്ളത് എന്താണ്? എൻ്റെ ഉടമ്പടിയാണെന്ന്. ഓ, എന്നെ വർത്താന, വല്ലാത്ത വർത്താന. ആ ഒരു സിറ്റുവേഷനിലേ എനിക്ക് ആകപ്പാടെയുള്ള അഭയം. കാര്യം ഇതിന് മരുന്നില്ല, ഒരു ഓപ്പറേഷൻ വേണം, ഏതെല്ലാം ഓർഗൻസ് ഓപ്പറേറ്റ് ചെയ്യണമെന്നൊരു പിടിയില്ല. സർജൻ എപ്പോഴും എന്നെ കാണുമ്പോൾ പറയും, കാശ് റെഡിയാക്കിക്കോ. സർജനെ കാണുമ്പോഴൊക്കെ പേടിയാണ്. ആ മനുഷ്യൻ പിടിക്കുന്ന 2 കാര്യം പറയാനാണ്. എന്താണ്? ഓപ്പറേഷൻ കാശ് റെഡിയാക്കിക്കോ, പിന്നെ മാനസികമായിട്ട് ഒരുങ്ങിക്കൊള്ളാൻ. ചിലപ്പോൾ ചത്തുപോകുന്നതായി പറയണത്. ഇവർക്ക് അത്രേ പറയാൻ പറ്റത്തുള്ളൂ. എത്ര വലിയ സർജനായെന്ന് പറഞ്ഞാൽ, എത്ര എക്സ്പീരിയൻസ്ഡ് ആയാലും ഒരു വിഷയം നമുക്കുണ്ടായാൽ അവർക്ക് 2 കാര്യങ്ങളെ പറയാൻ പറ്റത്തുള്ളൂ. എന്താണ്? ഒന്ന്, മാനസികമായിട്ട് ഭർത്താവിനും മരണത്തിനായി നിങ്ങൾ
ഒരുങ്ങിക്കൊള്ളുക. രണ്ടാമത്തെ എന്താണ്? കാശ് റെഡിയായിക്കൊള്ളുക. പോരെ. അപ്പോൾ അവൾ പറയണതേ അതാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്നറിയാവോ? ഞാൻ കല്യാണ നിശ്ചയത്തിൻ്റെ ദിവസം ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞാൻ കെട്ടാൻ പോകുന്ന പയ്യൻ നീയാണ് സെലക്ട് ചെയ്തത്, അതാ ചുമ്മാ എനിക്ക് തോന്നിയതാണെന്ന് ചോദിച്ചു. നീ അല്ല സെലക്ട് ചെയ്തെങ്കിൽ ഇപ്പം പറയണം, ഞാൻ ഇപ്പോൾ ഉപേക്ഷിക്കാൻ തയ്യാറാണ്, കല്യാണം വേണ്ട. എന്നിട്ട് ഇവിടെ വന്നിട്ട് കല്യാണ നിശ്ചയത്തിൻ്റെ തലേ ദിവസം വിശ്വാസപ്രമാണം ചൊല്ലും. ഒരു റിലേഷൻ കണ്ട. അതാണ് ഈ ക്രൈസ്റ്റ് എന്ന് പറയുന്ന യാഥാർത്ഥ്യങ്ങളോടുള്ള ഇൻറ്റിമസി എന്ന് പറയണത്. ചില ആൾക്കാർ കാണിക്കുന്നത് നമുക്ക് ഞെട്ടിപ്പിക്കുന്നതാണ്. അവർ കല്യാണ നിശ്ചയത്തിൻ്റെ തലേ ദിവസം പറയണേ, കർത്താവേ, ഈ കെട്ടാൻ പോണ പയ്യൻ നിൻ്റെ സെലക്ഷനാണോ, അതാ മാനുഷികമായിട്ടുണ്ടായ സംഭവമാണോ ഇത്? ഇനി ആണോ അല്ലേന്ന് നീ പറഞ്ഞാൽ, നീ എന്ത് പറഞ്ഞാലും ഞാൻ അതിൻ്റെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ആരുമില്ല, അവളുടെ ദൈവവും മാത്രമേ ഉള്ളൂ. അപ്പോൾ കർത്താവ് വചനം എടുത്തപ്പോൾ അവളോട് സംസാരിച്ചു. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ജെറമിയ 29:11. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഇപ്പോൾ ദൈവത്തിന് നമ്മളുടെ സത്യസന്ധത പിടികിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദൈവം കമ്മ്യൂണിക്കബിൾ ആവും.